This is Cock, എമ്പുരാൻ 5 days to go. 2-3 ദിവസമായി ട്രെയിലർ ഇറങ്ങിയിട്ട് ഇന്നലെ ബുക്കിങ്ങിൽ എന്താ സംഭവിച്ചതെന്ന് എല്ലാവരും കണ്ടതാണ്. അടിച്ചുപോയി, ബുക്ക് മൈ ഷോ അടിച്ചുപോയി. ഞാൻ രാവിലെ മുതൽ ഇത് കുത്തിരിക്കുകയായിരുന്നു ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു തിയേറ്ററിൽ ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് സീറ്റ് സെലക്ട് ചെയ്യും, അപ്പോഴും തന്നെ കാണിക്കും സീറ്റ് മാറി സെലക്ട് ചെയ്യാൻ, ഇത് ഓൾറെഡി സോൾഡ് ഔട്ടായി. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര സമയം എന്നറിയാം, എത്ര സമയം. അപ്പോഴേക്കും അടുത്ത തിയേറ്ററിൽ നോക്കും, അവിടെ ഇതിൻ്റെ അവസ്ഥ. ഇങ്ങനെ ഇത് ക്രാഷായിപ്പോയി, ലിറ്ററലി ക്രാഷായിപ്പോയി. ഇതെല്ലാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ ഒന്നടങ്കം ഈ ബുക്ക് മൈ ഷോയിൽ കയറിയിട്ട് അങ്ങ് കയറിങ്ങ് നിരങ്ങി. അതാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ പടം തരുന്നൊരു ഹൈപ്പ് ഉണ്ട്. ദാറ്റ്സ് റിയൽ, ദ ഹൈപ്പ് ഈസ് റിയൽ. അതിൽ ഒന്നാമത്തെ കാരണം ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ നൽകിയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത്. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഡയറക്ടർ, മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്റർ, എബവ് ഓൾ ദ വൺ ആൻഡ് ഓൺലി ലാലേട്ടൻ്റെ ഒരു സാധാ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നോബഡി കെയർസ്. ഇവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ദൃശ്യം അതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് ഇതെന്താ സംഭവം ഇത് എന്ന് വിചാരിച്ചിരുന്ന. പക്ഷേ ആ സിനിമ ഒരു പ്രതീക്ഷയില്ലാതെ കണ്ടതിന് ശേഷം പിന്നെ കേരളത്തിൽ നടന്ന അറിയാം, പുലിമുരുകന് സംഭവിച്ചത് അറിയാം. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വളരെ ലോ ഹൈപ്പിൽ വരുന്ന എന്നാൽ പ്രതീക്ഷയ്ക്ക് വരാത്ത സിനിമയാകുന്ന സമയത്ത് നോബഡി കേസ്, അത് ലാലേട്ടൻ്റെ കേസിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു വൻ ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയാവുന്ന സമയത്ത് ക്രേസാണ്. ക്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ എന്ന് പറഞ്ഞ ക്രേസാണ്. അതിനുള്ള കാരണം ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള സിനിമകൾ. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം വളരെ മോശമാണ്, അവസ്ഥ മോശമാണ്. പക്ഷേ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് പോയി പോവില്ല. ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, അത്രയും ഒരു 500 വർഷത്തേക്ക് പുള്ളിയെ ഫോളോ ചെയ്യാനുള്ള, പുള്ളിയുടെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള, ലിറ്ററലി പറഞ്ഞല്ല കേട്ടോ, അതിന് 500 വർഷം എന്നും പറഞ്ഞവരുണ്ട. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി അദ്ദേഹം ഈ കേരളത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മോസ്റ്റ് ലവ്ഡ് മാൻ ഇൻ കേരള എന്ന് നിസ്സംശയം പറയാൻ പറ്റും. മോസ്റ്റ് സെലിബ്രേറ്റഡ് മാൻ ഇൻ കേരള എന്ന് നിസ്സംശയം പറയാൻ പറ്റും. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിപാടിയാണ്. അത് ഇന്നലെ തെളിഞ്ഞു. കാരണം ഇത് നിങ്ങൾ വിചാരിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലും മറ്റേ അവിടെ ഇവിടെ നിന്നുള്ള ആളുകളൊന്നല്ല ബുക്ക് മൈ ഷോയിൽ കയറി ബുക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ബുക്ക് മൈ ഷോ ഉപയോഗിക്കുന്ന ആൾക്കാരെന്നെ കുറവാണ്. ഇത് ബുക്ക് ചെയ്തിട്ടുള്ള മലയാളീസാണ്. കേരളത്തിലുള്ള മലയാളീസ്, വിദേശത്തുള്ള മലയാളീസ്, മറ്റ് സംസ്ഥാനങ്ങളിലെ മലയാളീസ്, അതിനൊപ്പം ഓഫ് കോഴ്സ് അന്യഭാഷയിൽ സിനിമ ഫോളോ ചെയ്യുന്ന ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ ക്രാഷ് ഉണ്ടാവാൻ കാരണം മലയാളീസാണ്. അത് ഈ ഇദ്ദേഹത്തോടുള്ള ക്രേസാണ്. ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടൊരു മലയാളി ഇനി ഉണ്ടാവുമെന്നറിയില്ല, പക്ഷേ നിലവിലുണ്ടെങ്കിൽ അത് ലാലേട്ടനാണ്. അതിനുള്ള കാരണം അദ്ദേഹം ചെയ്ത വർക്ക്സാണ്, അദ്ദേഹത്തോടുള്ള ഇഷ്ടമാണ്. മന്നെ ഇതൊക്കെ അങ്ങനെയല്ലേ മന്നെ എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് അത് റിയലാണ്. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ, അദ്ദേഹത്തിൻ്റെ കുറേ ഇൻ്റർവ്യൂസ് ഇപ്പം മുംബൈയിൽ വെച്ച് നടന്നത്, ഇന്നിപ്പം ഹൈദരാബാദ് വെച്ച് നടന്നത് എല്ലാം കാണുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് കോൺഫിഡൻസ് ലെവലാണ്. അതായത് ഇത് ഞാൻ ചെയ്ത സിനിമയാണ്, ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്ന് എനിക്കറിയാം, ഇതെങ്ങനെ ബിസിനസ് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സുപ്രീം കോൺഫിഡൻസാണ് ഈ സിനിമ ഇത്രയും ഹൈപ്പിൽ നിൽക്കാനും ഈ സിനിമ ഇത്രയും ബിസിനസ് നടക്കാനും കാരണം പ്രീ റിലീസ് ബിസിനസ്സിന് നടന്നിരിക്കുന്നത് എത്രയാണ്. ലിയോ ഒക്കെ തൂക്കി, FD റെക്കോർഡൊക്കെ തൂക്കാൻ പോവാം, സകല പുഷ്പ 2 തൂക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൽക്കി തൂക്കി. അപ്പോൾ ഇത്രയും ബുക്കിംഗ് നടന്ന് അദ്ദേഹം പണ്ട് പറഞ്ഞ, അതായത് പൃഥ്വിരാജ് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഡ്രീംസ് അദ്ദേഹം ഫുൾഫിൽ ചെയ്തു. അത് അദ്ദേഹം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി സിനിമ ഇറങ്ങുക, തിയേറ്ററിൽ പോയി കാണുക. പേഴ്സണലി ടീസർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീസർ ഈ പടത്തിൻ്റെ ഒരു വലുപ്പം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് എത്രമാത്രം വലിയ ഒരു സിനിമയാണെന്നുള്ളതിൻ്റെ ഒരു കുറച്ച് ഗ്ലിംസസ് ആണ് ടീസറിൽ കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഹ്യൂമങ്കസ് സാധനമാണ്. ഇത് വരാൻ പോകുന്നത് ചില്ലറ പരിപാടിയല്ല എന്ന് കാണിക്കുന്നത് ട്രെയിലറിൽ സംഭവിച്ചു. ലൂസിഫറിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇത് ലൂസിഫർ ഇത്രയാണെങ്കിൽ എമ്പുരാൻ ഇത്രയാണ്, ഇനി അതിൻ്റെ അടുത്ത ഇതിലും വലുതാവും. കാരണം അങ്ങനെയുള്ള ഒരു വലിയൊരു വേൾഡിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര എന്തോരം ക്യാരക്ടേഴ്സാണ്, എന്തോരം ആർട്ടിസ്റ്റുകളാണ്, എത്ര ആൾക്കാർ ഇതിൽ സ്പേസ് ഉള്ളത്, ഇത്രയും വലുത്, എത്ര ലൊക്കേഷൻസ്, എത്ര രാജ്യങ്ങൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന, CGI പോലും യൂസ് ചെയ്ത് എടുത്തിരിക്കുന്ന എക്സ്പ്ലോസീവ് സീൻസുകൾ. അപ്പോൾ അങ്ങനെ അത്രയും ടെക്നിക്കലി ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ്. ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. ഇത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുക. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ചില്ലറയില്ല.
സാധാരണ ഒരു സിനിമയുടെ ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്കൊരു വാവ് ഫാക്ടർ ഉണ്ടാവുക. അങ്ങനെ ഇതിപ്പോൾ ട്രെയിലർ റിയാക്ട് ചെയ്യുന്ന സാധനം നമുക്ക് അറിയാം, വാ ഹോയ് 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 ഇതെന്നെ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇത് കാരണം അങ്ങനെ അല്ലാതെ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ദ നെയിം ഈസ് ഇനഫ്. എമ്പുരാൻ എന്ന് പറയുന്ന ഈ സംഭവം തന്നെ വാവ് ആണ്, വാവ് ഫാക്ടറുള്ള സംഭവം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബുക്കിംഗ് പോയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഡേ മുതൽ അറിയാം. ഫാൻ ഷോ നോക്കണ്ട, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മുതൽ ആൾക്കാരുടെ അഭിപ്രായം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഓൾറെഡി അറിയാം. ഇത്രയും കോൺഫിഡൻസോട് കൂടി സാധാരണ പറയാൻ സാധിക്കില്ല. അത് എത്ര വലിയ ഡയറക്ടറുടെ സിനിമയായി കഴിഞ്ഞാൽ, എത്ര വലിയ റൈറ്ററുടെ സിനിമയായി കഴിഞ്ഞാൽ, ഏത് വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയായി കഴിഞ്ഞാൽ. പക്ഷേ ഇത് ലൂസിഫറിൻ്റെ ഒരു സീക്വൽ വരുന്ന സമയത്ത് അത് മുരളി ഗോപി എഴുതി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ അഭിനയിക്കുന്ന സമയത്ത് സംഭവം ഇറുക്ക് എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. പിന്നെ 100% ഗ്യാരണ്ടി ലോകത്ത് ഒരു കാര്യത്തിനും ഇല്ല, മനുഷ്യന്മാരുടെ കാര്യത്തിലും ഇല്ല, സിനിമയ്ക്കും ഇല്ല. അതുപോലെ തന്നെ എമ്പുരാനും കാണില്ല എന്ന് അറിയാം. അതൊരു പ്രോബബിലിറ്റി തിയറി അറിയാലോ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമയിൽ ഹൈ എക്സ്പെക്റ്റേഷൻ, അത്ര ഹൈപ്പ് ഉണ്ട്, ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അത് മീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ദീപക് ദേവിൻ്റെ സ്കോറിങ് അത് ക്ലാസ്സായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ആ എമ്പുരാനെ പോർഷനില്ലേ ലാലേട്ടൻ ഇങ്ങനെ ആ കൊടേനിടയിൽ കൂടെ വൈറ്റിട്ട് വരുന്നത്. പിന്നെ മറ്റേതിലറിയാലോ ലൂസിഫറിൽ ഫുൾ ടൈം വൈറ്റ് ആൻഡ് വൈറ്റ് മുണ്ട് ഷർട്ട് ഇട്ടിട്ട് ലാസ്റ്റ് കൂട്ടിട്ട് വരുന്നത്. ഇതിൽ ഉൾട്ട അത് വരുമ്പം കിട്ടുന്നൊരു സാധനമുണ്ട്. ലാലേട്ടൻ മുണ്ട് ഉടുത്ത് വന്നു കഴിഞ്ഞാലുള്ള പരിപാടി അറിയാലോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രതീക്ഷകൾ. ഇത് പ്രതീക്ഷ അസ്ഥാനത്താവില്ല എന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് മൈ ബിലീഫ്. അത് വിശ്വസിക്കുന്നു. അത് മീറ്റ് ചെയ്യും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഫോർ 27th March 6 AM.